സോ ഇന്ത്യയുടെ 3-സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ 3-സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്തത് ഹോമി ജഹാംഗീർ ബാബ എന്ന ഇന്ത്യയുടെ അറ്റോമിക് ഫിസിക്സിന്റെ അറ്റോമിക് സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഹോമി ജഹാംഗീർ ബാബ 1950-കളിലാണ് ഇന്ത്യക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം വേണമെന്ന്, ഇന്ത്യ എനർജി ഇൻഡിപെൻഡൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ അത്യാവശ്യത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങണേ. ഓക്കെ, അപ്പം അതിന് പിന്നിൽ ഒരു എൻ്റയർലി ഒരു സ്റ്റോറി, ആ ഹോമി ജഹാംഗീർ ബാബ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എന്തൊക്കെയായിരുന്നു അതിന് ആവശ്യം, മീൻസ് എന്തൊക്കെയായിരുന്നു അതിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതും, അതിനുശേഷം ഹോമി ജഹാംഗീർ ബാബയുടെ മരണമൊക്കെ ആക്ച്വലി കോൺട്രവേഴ്സി നിറഞ്ഞൊരു ടോപ്പിക്കാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പം നമ്മൾ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഹോമി ജഹാംഗീർ ബാബ നമ്മുടെ ന്യൂക്ലിയർ പ്രോഗ്രാം ഒരു 3-സ്റ്റേജ് ആയിട്ട് എൻവിസേജ് ചെയ്തേ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഫിസൈൽ എന്ന് പറയുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ ആയിട്ട് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള യുറേനിയം ആണ്. യുറേനിയത്തിന്റെ ഡിഫറെന്റ് ഐസോടോപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യുറേനിയം 235, യുറേനിയം 233, യുറേനിയം 238 ഒരു ഫിസൈൽ മെറ്റീരിയൽ, ഫെർട്ടൈൽ ആണെങ്കിൽ അതിന് വേറൊരു ഫിസൈൽ മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ യുറേനിയത്തിന്റെ ഡെപ്പോസിറ്റ് ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ലോകത്തിലെ യുറേനിയം ഡെപ്പോസിറ്റ്സിന്റെ 1 to 2% മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ലോകത്തിന്റെ യുറേനിയം ഡെപ്പോസിറ്റിന്റെ 2% താഴെ മാത്രമേ യുറേനിയം ഡെപ്പോസിറ്റ് ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പം സപ്പോസ് നമ്മൾ ന്യൂക്ലിയർ പ്രോഗ്രാം ഡിവൈസ് ചെയ്യാൻ തന്നെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എനർജി ഇൻഡിപെൻഡന്റ് ആകണം എന്നുള്ളതായിരുന്നു. അതായത് വേറെ രാജ്യങ്ങളെ നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. അതായത് വേറെ രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ എനർജി റിസോഴ്സ് എല്ലാം കിടക്കണേ അല്ലേ. അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ അന്നാണെങ്കിൽ നമ്മൾ സൗദി അറേബ്യയിൽ നിന്നോ അല്ലെങ്കിൽ US എന്നോ ഖത്തറിന്നോ ഒക്കെ എണ്ണ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണമായിരുന്നു. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എനർജി റിസോഴ്സ് വളരെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി റിസോഴ്സ് ആണ് എന്ന് കണ്ടിട്ടാണ് വേറെ രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡിവൈസ് ചെയ്യണത്. ഓക്കെ, അപ്പം നോക്കുകയാണെങ്കിൽ പോലും എന്താ പറ്റണേ, ലോകത്തിന്റെ വേറെ രാജ്യങ്ങളിലുള്ള യുറേനിയം ഡെപ്പോസിറ്റ് നമ്മൾ ആക്ച്വലി ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണം. അതായത് ന്യൂക്ലിയർ പ്രോഗ്രാം ആക്ച്വലി നന്നായിട്ട് പോകണമെങ്കിൽ കൂടി നമ്മൾ യുറേനിയം എന്ന് പറയുന്ന റിസർവ് കുറവായത് കാരണം എന്ത് ചെയ്യണം, യുറേനിയം വേറെ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറെ രാജ്യങ്ങളിൽ നിന്ന് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഓക്കെ, ഹോമി ജഹാംഗീർ ബാബക്ക് എന്തറിയായിരുന്നു, ഓക്കെ, നമ്മുടെ ഇവിടെ തോറിയം ആക്ച്വലി ഡെപ്പോസിറ്റ് വലിയ ഉയർന്ന തോതിലുണ്ടെന്ന് അറിയായിരുന്നു. അതായത് അറൗണ്ട് ഇപ്പം യുറേനിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ 2% താഴെ ഡെപ്പോസിറ്റ്സ് മാത്രമേ യുറേനിയം ഇന്ത്യയിലുള്ളൂ. എന്നാൽ തോറിയം എന്ന് പറയുന്ന ഫെർട്ടൈൽ ആയിട്ടുള്ള, ആലോചിക്കണം, തോറിയം ഈസ് എ ഫെർട്ടൈൽ, തോറിയത്തിന് നമുക്ക് ഫിസൈൽ ആയിട്ടുള്ള വേറൊരു ഐസോട്ടോപ്പ് ആക്കിയിട്ട് മാറാൻ പറ്റും. തോറിയത്തിന്റെ ഒരു ഐസോട്ടോപ്പിനെ ഫിസൈൽ ആക്കിയിട്ടുള്ള വേറൊരു ഐസോട്ടോപ്പ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഫെർട്ടൈൽ ആയിട്ടുള്ള തോറിയത്തിന്റെ ഡെപ്പോസിറ്റിന്റെ 25%, അതായത് 1/4 ലോകത്ത് കിടക്കുന്നത് എവിടെയാ, ഇന്ത്യയിലാണ് കിടക്കണേ. അപ്പൊ അതെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ 3-സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിൽ എന്ന് ചിന്തിച്ചപ്പം ഡയറക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഫെർട്ടൈൽ മാത്രമാണ്, ദിസ് ഇസ് നോട്ട് ഫിസൈൽ ഇനീഷ്യലി. അത് നമുക്ക് ഫിസൈലാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഫെർട്ടൈൽ മെറ്റീരിയലിനെ ന്യൂട്രോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്തിട്ട് ഫിസൈലാക്കി മാറ്റണം. അപ്പൊ ന്യൂട്രോൺ എവിടെ കിട്ടും, അത്രയും ന്യൂട്രോൺസ് എവിടെയാണ് കിട്ടുക, അത്രയും ന്യൂട്രോൺസ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ബേസിക്കലി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രോൺസിന്റെ അത്രയും അവൈലബിലിറ്റി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടർ തന്നെയാണ്. അപ്പൊ നമുക്കുള്ള വഴി എന്ന് പറയുന്നത് ആദ്യം ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് ഈ തോറിയത്തിനെ കൺവേർട്ട് ചെയ്തെടുക്കണം. ഓക്കെ, എന്തായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം, യുറേനിയം ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 സ്റ്റേജ് ആയിട്ട് നമ്മൾ ന്യൂക്ലിയർ പ്രോഗ്രാം ഡിവൈസ് ചെയ്തത്. അപ്പോൾ സ്റ്റേജ് 1 ബേസിക്കലി നാച്ചുറൽ യുറേനിയം ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു റിയാക്ടേഴ്സും നമ്മൾ ഉണ്ടാക്കി. ആ റിയാക്ടേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. സ്റ്റേജ് 1 നാച്ചുറൽ യുറേനിയം ആണ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ യുറേനിയം എന്ന് വെച്ചാൽ യുറേനിയത്തിന്റെ അതായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന യുറേനിയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യുറേനിയം ഡെപ്പോസിറ്റ് അതിൻ്റെ അകത്ത് തന്നെ യുറേനിയത്തിന്റെ 2, അതായത് യുറേനിയം 235 കിട്ടും, യുറേനിയം 238 കിട്ടും. ഈ 238ന്റെ പെർസെൻറ്റേജ്, അതായത് യുറേനിയത്തിന്റെ അയിരിൻ്റെ അത് 238ന്റെ പെർസെൻറ്റേജ് ആക്ച്വലി അറൌണ്ട് 98%, 235ന്റെ 2% താഴെയാണ്. ഓക്കെ, അപ്പം ഈ
2% താഴെയുള്ള യുറേനിയം സാധാരണ റിയാക്ടേഴ്സിലൊന്നും ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇങ്ങനെ 2% താഴെയുള്ള യുറേനിയം 235 എന്ന് പറയുന്ന ഫിസൈൽ മെറ്റീരിയലിനെ യൂസ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചെടുത്ത, നമ്മൾ മാത്രമല്ല വേറെ രാജ്യങ്ങളും ആക്ച്വലി ഇതേ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു റിയാക്ടേഴ്സിനെ ബിൽഡ് ചെയ്തത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്? നാച്ചുറൽ യുറേനിയം ആണ് എന്നുള്ളത് നോട്ട് ചെയ്യാം. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്ലൂട്ടോണിയം 239. സോ ഈ പ്ലൂട്ടോണിയം 239 ആണ് നമ്മൾ ബേസിക്കലി അടുത്ത സ്റ്റേജ് 2ൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേജ് 2ൽ യൂസ് ചെയ്യുന്ന റിയാക്ടർ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് ആണ് നമ്മൾ സ്റ്റേജ് 2ൽ യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ബ്രീഡർ എന്നുള്ള പേര് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലൂട്ടോണിയം 239 എന്ന് പറയുന്ന ഫ്യൂവൽ ഉണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? തോറിയം 232 കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ തോറിയം 232 എന്താ ചെയ്യുക? 232 ഡയറക്റ്റ് ആയിട്ട് ഫ്യൂവൽ അല്ലാതുകൊണ്ട്, അതൊരു ഫിസൈൽ മെറ്റീരിയൽ അല്ല, പക്ഷേങ്കിൽ അത് ഫെർട്ടൈൽ ആയതുകൊണ്ട് ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പം ഫിസൈൽ ആയിട്ട് മാറും. അതായത് ആ റിയാക്ടർ കോറിന്റെ ഉള്ളിൽ എന്തായിട്ട് മാറും? ഈ ബ്രീഡർ റിയാക്ടറിന്റെ ഉള്ളിൽ ഫിസൈൽ ആയിട്ടുള്ള യുറേനിയം 233 ആയിട്ട് മാറും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഫ്യൂവലിനേക്കാൾ കൂടുതൽ ഫ്യൂവൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അതായത് എനർജി നമുക്ക് കിട്ടും, മാത്രമല്ല ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യാനുള്ള ഫ്യൂവൽ കൂടുതലായിട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 3 സ്റ്റേജ് ആയിട്ട് നമ്മൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ എൻവിസേജ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് നാച്ചുറൽ യുറേനിയം യൂസ് ചെയ്തിട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ, സ്റ്റേജ് 2 എന്ന് പറയുന്നതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് പ്ലൂട്ടോണിയം 239, അതായത് നമ്മുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സ്റ്റേജ് 1ൽ കിട്ടിയ പ്ലൂട്ടോണിയം 239 ടുഗദർ വിത്ത് തോറിയം 232. തോറിയം 232 അവിടെ ഫ്യൂവൽ അല്ല. തോറിയം 232 എന്തിനാ ആഡ് ചെയ്ത് കൊടുക്കണേ? അതിനെ ഫിസൈൽ ആയിട്ടുള്ള യുറേനിയം 233 ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഈ ഫിസൈൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന യുറേനിയം 233 ഉണ്ടല്ലോ, ആൻഡ് മോർ ഓഫ് പ്ലൂട്ടോണിയം 239 കിട്ടും ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. ഓക്കെ, ഇത് രണ്ടും ആക്ച്വലി ടുഗദർ വിത്ത് തോറിയം ആണ് നമ്മൾ തേർഡ് സ്റ്റേജിൽ യൂസ് ചെയ്യണത്. അപ്പൊ തേർഡ് സ്റ്റേജിൽ ഈ തോറിയം ബേസ്ഡ് ആയിട്ടുള്ള റിയാക്ടേഴ്സ് നമ്മൾ ഇതുവരെ ആക്ച്വലി കൊമേഴ്സ്യൽ പർപ്പസിന് ബിൽഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റേജിന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതായത് 1950കളിൽ ജഹാംഗീർ ബാബ എന്ത് ചെയ്തു? നമുക്കൊരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം എൻവിസേജ് ചെയ്തു. പക്ഷെ നമ്മളിപ്പം പോലും ഒരു ബ്രീഡർ റിയാക്ടേഴ്സിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമാണ് എത്തി നിൽക്കണേ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് സ്റ്റേജ് 2ലാണ്, സ്റ്റേജ് 2ന്റെ ഇനീഷ്യൽ സ്റ്റേജ്. സ്റ്റേജ് 1 ആണ് ഇപ്പം എല്ലാ സ്ഥലത്തും കൊമേഴ്സ്യലായിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റിയേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം. അതായത് സ്റ്റേജ് 1ൽ നാച്ചുറൽ യുറേനിയം ഇൻ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ്, സ്റ്റേജ് 2ൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്, ഫ്യൂവൽ എന്താ? പ്ലൂട്ടോണിയം 239, ആൻഡ് തോറിയം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യും എന്തിനു വേണ്ടിയിട്ട്? ഫിസൈൽ ആയിട്ടുള്ള യുറേനിയം 233 ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്റ്റേജ് 3 എന്ന് പറയുന്നത് തോറിയം ബേസ്ഡ് റിയാക്ടേഴ്സ് ആണ്. അവിടെ തോറിയമാണ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. കാരണം നമ്മൾ നേരത്തെ പ്ലൂട്ടോണിയം 239 എന്ന് പറയുന്ന ഫ്യൂവൽ യൂസ് ചെയ്തിട്ട് കൂടുതലായിട്ട് യുറേനിയം 233 എന്ന് പറയുന്ന ഫിസൈൽ ആയിട്ടുള്ള മെറ്റീരിയലും കൂടി ലഭിച്ചിട്ട് അതിനെയും കൂടി ഇതിൻ്റെ അകത്ത്, അതായത് തോറിയം ബേസ്ഡ് ആയിട്ടുള്ള റിയാക്ടേഴ്സിൽ മിക്സ് ചെയ്തിട്ട് ഉള്ള ഫ്യൂവലിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യുറേനിയം 233 എന്നുള്ള ഫ്യൂവൽ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യും. അത് തന്നെ തേർഡ് സ്റ്റേജിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നുണ്ടാവും. അപ്പൊ ഈ തോറിയം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ സ്റ്റേജസ്, അതായത് നമ്മുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഈ 3 സ്റ്റേജ് ആയിട്ട് തിരിച്ചേക്കണേ. ഓക്കെ, ആൻഡ് തോറിയം ബേസ്ഡ് ആയിട്ടുള്ള റിയാക്ടേഴ്സ് നമ്മൾ മാത്രമാണോ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കണേ? അല്ല, ചൈന ഓൾറെഡി തോറിയം ബേസ്ഡ് ആയിട്ടുള്ള റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം.